അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മളൊക്കെ നോമ്പെടുത്ത ദിവസമാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്രാ മിഅ്റാജിനെ ഓർമ്മിപ്പിക്കുന്ന ഈ ദിനരാത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പൊക്കെ പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ സാധാരണ കേൾക്കുന്ന നൂറെ ഹബീബ് മജ്ലിസിൽ ചൊല്ലാറുള്ള സ്വലാത്തുൽ ഫാത്തിഹ വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞൊരു സ്വലാത്താണ്. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, ആമീൻ. സ്വലാത്തുൽ ഫാത്തിഹിന് അനവധി ഗുണങ്ങളുണ്ട്. ലാഹിരിയായ ഗുണങ്ങൾ, അതുപോലെ തന്നെ ബാത്തിനിയായ ഗുണങ്ങൾ, ബാത്തിനുൽ ബാത്തിനിയായ ഗുണങ്ങൾ, ഇങ്ങനെ 3 പാർട്ടാക്കിയിട്ട് ഇതിനെ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലങ്ങൾ അതുപോലെ തന്നെ വ്യത്യസ്ത രൂപത്തിലാണ് എന്നും നമുക്ക് മഹാന്മാർ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്നാൽ സാധാരണ എല്ലാവരും പറയാറുള്ളത്, പങ്കുവെക്കാറുള്ളതെല്ലാം ലാഹിരിയായ ഗുണങ്ങൾ മാത്രമാണ്. കാരണം മറ്റുള്ള ബാത്തിനിയായ ഗുണങ്ങളും ബാത്തിനുൽ ബാത്തിനിയായ ഗുണങ്ങളും അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ്. ഈ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ വ്യത്യസ്തമായ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറേ പറയാനുണ്ട്. ഒരു വീഡിയോയിലോ 2 വീഡിയോയിലോ 10 വീഡിയോയിലോ ഒതുക്കാവുന്നതല്ല. അതിനേക്കാളേറെ ഉദാഹരണ സഹിതം പറയുമ്പോൾ നീണ്ടു പോകുന്നതാണ്. ഞാനതിലെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ഇവിടെ പ്രതിപാദിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ. പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഒരു വീഡിയോയിൽ പറയുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തത കിട്ടണമെങ്കിൽ അത് മുഴുവനായി കാണൽ നിർബന്ധമാണ്. പ്രത്യേകിച്ച് സ്വലാത്തിനെ കുറിച്ചൊക്കെ അതിന് മഹത്വങ്ങൾ പറയുമ്പോൾ മുഴുവനായിട്ട് കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിനോട്, അഥവാ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ചെയ്യുമ്പോൾ, ഖുർആൻ അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ അത് നമ്മൾ പാരായണം ചെയ്യൽ ഒരിക്കലും നിർത്തില്ല, അഥവാ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കി സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഇൻട്രസ്റ്റാണ്. അതുപോലെ ഏതൊരു കാര്യം, ഏതൊരു വീഡിയോ കാണുമ്പോഴും കട്ടുമുറിച്ച് ഭാഗം കാണാതെ മുഴുവനായിട്ട് കാണുമ്പോൾ അത് നമുക്കതിൽ സത്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. കുറേ ഗുണങ്ങൾ പറയുന്നുണ്ട്, അതിൽ കുറച്ച് ഗുണം മാത്രം ഞാൻ പറയാം. ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയ സ്വലാത്താണ് ഈ സ്വലാത്തുൽ ഫാത്തിഹി എന്നുള്ളത്. കുറേ ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഞാൻ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഉദാഹരണം പറയുന്നില്ല. മഹാനായ മുഹമ്മദ് ബക്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വർഷങ്ങളായി അദ്ദേഹം ദുആ ചെയ്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹി എന്ന് നമ്മൾ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. അതിന് കാരണമായിട്ടും മുഹമ്മദ് ബക്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വരുന്നുണ്ട്. കാരണം അദ്ദേഹം വർഷങ്ങളോളം ഇബാദത്തെടുത്ത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എല്ലാ സ്വലാത്തും കൂടി ഒരുമിക്കുന്ന അത്രയും പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്ത് നേടുക എന്നുള്ളതായിരുന്നു. ആ ഒരു വർഷങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് എന്നുള്ളത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മലക്കുകൾ ചൊല്ലുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹി എന്ന്. അതിൻ്റെ മറ്റൊരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാൻ സാധിക്കുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹി എന്നതാണ്. അഥവാ ഞാനിന്ന് സ്വലാത്തുൽ ഫാത്തിഹി ചൊല്ലാൻ തുടങ്ങി, ഇന്നെൻ്റെ സ്വപ്നം കാണും എന്നതല്ല അതിൻ്റെ അർത്ഥം. ഇത് സ്വലാത്ത് പതിവാക്കിയാൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ഇത്ര ചൊല്ലും എന്ന രൂപത്തിൽ ഒരു ടാർഗറ്റ് വെച്ച് ചൊല്ലിയാൽ വൈകാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ തുടർച്ചയായി 100 ദിവസം നല്ല ഭക്തിയോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും സ്വലാത്തുൽ ഫാത്തിഹി ചൊല്ലിയാൽ അയാൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലെങ്കിൽ അത്ഭുതമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വപ്നം കാണാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹി. അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരു തവണ സ്വലാത്തുൽ ഫാത്തിഹി സ്വലാത്ത് ചൊല്ലിയാൽ ഖുർആൻ 6 തവണ മനഃപ്പാഠമാക്കിയ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതുപോലെ മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരാൾ ഇപ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞു നബിയെ സ്വപ്നത്തിൽ കാണാൻ സഹായിക്കുന്ന
ദിക്റാണ് ഈ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എന്ന്. എന്നാൽ നബി തങ്ങളെ ഉണർവിൽ അഥവാ നമ്മൾ പറയും നേരിട്ട് കാണാൻ അഥവാ സ്വപ്നത്തിലല്ല അല്ലാത്ത രൂപത്തിൽ നബിയെ കാണാൻ സഹായിക്കുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. അതും നമ്മൾ സ്ഥിരമായിട്ട് ഒരു ടാർജറ്റ് വെച്ച് സ്ഥിരമായിട്ട് ചൊല്ലുന്ന ആളുകൾക്ക് അതിനും ഫലം കിട്ടും. അങ്ങനെ കിട്ടിയ കുറേ പണ്ഡിതന്മാർ നമുക്ക് ഉദാഹരണമായിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരു തവണ ചൊല്ലിയാൽ 1000 കൂലി ലഭിക്കുന്ന സ്വലാത്താണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷങ്ങൾ കൂലി ലഭിക്കുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കോടാനുകോടി പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ ഒരു തവണ ചൊല്ലിയാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഥവാ ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാന ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മഹത്വം എന്ന് പറഞ്ഞാൽ എല്ലാവിധ രോഗങ്ങളും മാറും അഥവാ ഏത് മാറാവ്യത്തെയും മാറ്റാൻ കഴിവുള്ള ഒരു മരുന്നാണ് സ്വലാത്തുൽ ഫാത്തിഹ. ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ആ ഒരു നിയ്യത്ത് വെച്ച് നമ്മൾ ആ വിശ്വാസത്തിലൂടെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ അത് ഒരു ദിവസം അതെല്ലാം നമുക്ക് ശമനം ലഭിക്കും സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നത് കൊണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പെട്ടെന്ന് കിട്ടാൻ കാരണമാകും. നബി തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വലാത്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ സ്നേഹം ഏറ്റവും കൂടുതൽ ലഭിക്കാൻ കാരണമാകുന്ന ഒരു സ്വലാത്ത് കൂടിയാണ് സ്വലാത്തുൽ ഫാത്തിഹ. പിന്നെ അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ എല്ലാ പ്രയാസങ്ങൾക്കും മരുന്നും അഥവാ നമുക്ക് എന്ത് പ്രയാസമാണുള്ളത്, അസുഖമാവട്ടെ അതുപോലെ തന്നെ പ്രയാസങ്ങളാവട്ടെ ബുദ്ധിമുട്ടുകളാവട്ടെ എന്തായാലും ഈ സ്വലാത്തുൽ ഫാത്തിഹ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന ഒരാൾക്ക് അവരുടെ എല്ലാ പ്രയാസങ്ങളുടെയും മരുന്നായി അല്ലെങ്കിൽ പ്രതിവിധിയായി ഒരു പ്രതിരോധമായി സ്വലാത്തുൽ ഫാത്തിഹ നമുക്ക് കൂടെ നിൽക്കും എന്നും പണ്ഡിതന്മാർ പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാവുന്നുണ്ട്. അഥവാ സാധാരണ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബയോട്ടിക് എന്ന് പറയും. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ആൻറ്റിബയോട്ടിക് നോർമലായിട്ടുള്ളതാ ഒരു പ്രതിരോധശേഷി ഈ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്കുകൾ നമുക്ക് തരാറുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധശേഷിക്കനുസരിച്ചാണ് നമുക്ക് നോർമലി ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു പ്രതിരോധശേഷി അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് ആയിട്ട് നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹിനെ തിരിച്ചറിയാൻ കഴിയും. സ്വലാത്തുൽ ഫാത്തിഹ നമുക്ക് ആ ആൻറ്റിബയോട്ടിക് ആയിട്ട് മാറും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ചൊല്ലുമ്പോൾ നമുക്കിതിനൊക്കെ ഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും ഞാൻ കുറേ കാലമായി ചൊല്ലുന്നു പക്ഷേ എനിക്കൊരു ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ നമുക്കറിയാം കൂടുതൽ ആളുകൾക്കും ഫലം ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏതൊരു സ്വലാത്താണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു നിയ്യത്ത് വേണം. അതുപോലെ തന്നെ നമുക്കൊരു വിശ്വാസം അതിൽ വേണം. അല്ലാതെ വെറുതെ നമ്മൾ ചൊല്ലിയാൽ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. കൂലി ലഭിക്കും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രയോജനം ലഭിച്ചോണമെന്നില്ല. എന്നാൽ അത് നമ്മൾ വിശ്വാസത്തോടു കൂടിയും ചെയ്യുമ്പോഴാണ് ഏതൊരു കാര്യവും പൂർണ്ണമാകുന്നത്. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോകളിൽ നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്ന ചില വീഡിയോകൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാവരും കാണണം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിവസത്തിൽ നമ്മൾ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമെല്ലാം അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.